ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാനെൻ്റെ ഫെലനോപ്സിസ് പ്ലാന്റുകളാണ് കാണിക്കുന്നത്. എൻ്റെ എല്ലാ പ്ലാന്റ്സിലും ബഡൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ പുതിയ വേരുകൾ വരാനും പുതിയ ബഡുകൾ വരാനും ഒക്കെ പറ്റിയൊരു ടൈമാണ്. ചില പ്ലാന്റിലൊക്കെ ഫസ്റ്റ് സ്റ്റേജാണ് ബഡ് വരുന്നത്. ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഫ്ലവറിങ് ആയ പ്ലാന്റാണ്. ഇത് സീഡ്ലിങ് ഇപ്പോൾ പുതിയതായിട്ട് ബഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സീഡ്ലിങ് വാങ്ങി വെച്ച് 2 വർഷമൊക്കെ സമയമെടുക്കും ഒന്ന് ഫ്ലവറിങ് ആവാൻ വേണ്ടിയിട്ട്. ഇപ്പം എൻ്റെ ഒരു കുഞ്ഞ് ഫെലനോപ്സിസാണ്. മദർ പ്ലാന്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് പോട്ട് ചെയ്തെടുത്തതാണ്. നന്നായി വേരൊക്കെ വന്നിട്ടുണ്ട്, പിടിച്ചു വന്നിട്ടുണ്ട്. ചില പ്ലാന്റിലൊക്കെ കുഞ്ഞു കുക്കീസും വരുന്നുണ്ട്. ഈ പ്ലാന്റിലൊക്കെ ഫ്ലവറിങ്ങായി നിൽക്കുന്ന കഴിഞ്ഞ സീസണിലെ ഫ്ലവറിങ് വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. ഫെലനോപ്സിസ് പ്ലാന്റുകൾ വളർത്താൻ സിമ്പിളാണ്. കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിന് പറ്റിയ ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ഇൻഡയറക്റ്റായിട്ട് ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഒരു പ്ലേസാണ് ഇതിനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. വേനൽക്കാലത്ത് ഉച്ച സമയത്ത് അടിക്കുന്ന കടുത്ത വെയിൽ ഒരിക്കലും ഈ പ്ലാന്റിന് താങ്ങാൻ പറ്റില്ല. ഇലയൊക്കെ പൊള്ളി പ്ലാന്റ് മൊത്തത്തിൽ നശിച്ചു പോകും. അതേപോലെ തന്നെ മഴക്കാലത്ത് മഴ കൊള്ളാതെയും നമ്മൾ ശ്രദ്ധിക്കണം. മഴവെള്ളം കൂമ്പിൽ കെട്ടി നിന്ന് പ്ലാന്റ് നശിച്ചു പോകും. ഇലകളൊക്കെ അഴുകി നശിച്ചു പോകും. പിന്നെ ഇതിന് നമ്മൾ ആഴ്ചയിലൊരു ദിവസം ഫെർട്ടിലൈസർ കൊടുക്കണം. അത് മഴക്കാലത്ത് കെമിക്കൽ ഫെർട്ടിലൈസറാണ് കൊടുക്കേണ്ടത്. NPK 19-19 റേഷ്യോയിൽ ഉള്ളതാവുമ്പോൾ ബാലൻസ്ഡ് ആയിട്ടുള്ളതാണ്. അത് വളർച്ചയ്ക്കും ഫ്ലവറിങ്ങിനും ഒരേപോലെ തന്നെ ഹെൽപ്ഫുള്ളാകും. പിന്നെ മഴയൊക്കെ ഒന്ന് മാറി നിൽക്കുന്ന സമയത്ത് നമുക്ക് തേങ്ങാവെള്ളം പുളിപ്പിച്ച് 3 ഇരട്ടി വെള്ളം ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ നേന്ത്രപ്പഴത്തിൻ്റെ തോല് മുട്ടത്തോട് പൊടിച്ചത് ഇത് തിളപ്പിച്ചാറിയ ശേഷം ഡയലൂട്ട് ചെയ്ത് കൊടുക്കാം. ഏത് വളം ചെയ്യുമ്പോഴും നമ്മൾ നന്നായി വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ട് വേണം കേട്ടോ കൊടുക്കാൻ. പിന്നെ മഴക്കാലത്ത് ഫംഗിസൈഡ് കൊടുക്കണം. അത് 2 ആഴ്ച കൂടുമ്പോൾ സാഫാണ് ഞാൻ അടിച്ചു കൊടുക്കാറുള്ളത്. വേനൽക്കാലത്ത് മാസത്തിലൊരു പ്രാവശ്യം കൊടുക്കാം. പിന്നെ സ്യൂഡോമോണസ് കൊടുക്കാം. പക്ഷേ സ്യൂഡോമോണസ് ഒരു ജൈവ കീടനാശിനി ആയതുകൊണ്ട് തന്നെ അത് കൊടുത്ത് ഒരാഴ്ചത്തേക്ക് കെമിക്കൽ ഫെർട്ടിലൈസർ അപ്ലൈ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.